ദൈവനാമത്തിന് മഹത്വം. ഈ നല്ല പ്രഭാതത്തിൽ ദൈവാത്മാവിൽ ദൈവവചനം നമ്മളോട് ഇങ്ങനെ ഇടപെടുന്നു. തിമത്യോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. എങ്കിലും ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നുവെന്നും കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ടകന്നുകൊള്ളട്ടെ എന്നും ആകുന്നു അതിൻ്റെ മുദ്ര. ഇവിടുത്തെ ഓർമ്മപ്പെടുത്തലുകൾ അടിസ്ഥാനം സ്ഥിരമായി നിലനിൽക്കുന്ന ഒരു ദൈവീക ശക്തിയുടെ സ്രോതസ്സിനെ ദൈവാത്മാവ് നമ്മെ അറിയിക്കുകയാണ്. പലരുടെയും നിലനിൽപ്പുകൾ അവതാളത്തിലാകുമ്പോൾ, പലരുടെയും നിലനിൽപ്പുകൾ പ്രതിസന്ധിയിലാകുമ്പോൾ, ഇവിടെ നിലനിൽക്കുന്ന ഒരു വലിയ അടിസ്ഥാനത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യപ്പെടുത്തൽ ഈ വചനം നമുക്ക് നൽകുകയാണ്. തനിക്കുള്ളവരെ കർത്താവ് അറിയുന്നു എന്നുള്ള ഒരു വലിയ വിളംബരം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. നമ്മെ അറിയുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ഉയരത്തിലുണ്ട് എന്നുള്ളതും, ആ ദൈവത്തിൻ്റെ കൈക്കീഴിൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു എന്നുള്ളതും, നമ്മെ വ്യക്തമായി നിലനിർത്തുവാൻ തക്കവണ്ണം ദൈവത്തിന് പദ്ധതി ഉണ്ട് എന്നുള്ളതും, അനീതി വിട്ടകന്ന് യാത്ര ചെയ്തേണ്ടവരാകുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. അതിന് ശക്തമായ മുദ്രയാകുന്ന അടയാളത്തോടുകൂടെ നമ്മെ ഈ ഭൂമിയിൽ സൂക്ഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഇടപെടലുകൾ ഈ വചനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ശത്രുവായും നമ്മിലേക്ക് അടുത്തു വരുമ്പോൾ കട്ടളമേലും കുറുമ്പടിമേലും കുഞ്ഞാടിൻ്റെ രക്തം കണ്ട ഭവനം വിട്ട് അകന്നുപോയതുപോലെ നമ്മുടെ ഈ ജീവിതത്തിൽ വിനാശകരമായ വിത്ത് വിതയ്ക്കുവാൻ ശത്രുവായവൻ കടന്നു വരുമ്പോൾ അവിടെയെല്ലാം ആ വലിയ സ്നേഹത്തിൻ്റെയും ആ വലിയ മുദ്രയുടെയും അടയാളം നമുക്ക് അനുകൂലമായി തല ഉയർത്തി നിൽക്കുകയാണ്. ആകയാൽ നമുക്ക് പ്രശംസയോടെ പകൽക്കാലം മുന്നേറുവാൻ സ്വർഗ്ഗം നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധ പിതാവേ, നിന്റെ ദാസനി ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കൃപ കൂടെ ഇരിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.